നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാതനമായ ഒരു ക്ഷേത്ര സമുച്ചയത്തിന്റെ അടുത്താണ്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് പൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. കൊല്ലം പൂരം, ആനയടി പൂരം. ഇത് പാരിപ്പള്ളിയിലെ കൊടിമൂട്ടിൽ ക്ഷേത്രമാണ്. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 8 വരെ നടക്കുന്ന അതിബൃഹത്തായ ഉത്സവം. അതും കലയും സാംസ്കാരികവും പൈതൃകവും ഒത്തിണങ്ങിയ ഒരു കാഴ്ചയാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൊടിമൂട്ടിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഒരുപാട് കലകൾ വരുന്നുണ്ട്. അതായത് നാടൻ കലകൾ മുതൽ നമ്മുടെ ഗോത്ര സംസ്കൃതിയുടെ നിലനിൽപ്പ് തന്നെ ക്ഷേത്രങ്ങൾ കൂടിയാണ്. പണ്ട് വിളക്ക് വെച്ച് ആരാധിച്ചിരുന്ന തറയിൽ നിന്നും ഇന്ന് വലിയൊരു ക്ഷേത്രത്തിലേക്കും ട്രസ്റ്റിലേക്കുമൊക്കെ എത്തിയ ഒരു ക്ഷേത്രമാണ് കൊടിമൂട്ടിൽ ദേവീക്ഷേത്രം. അവിടെ നടക്കുന്ന ഗജമേള ഏറ്റവും പ്രശസ്തമാണ്. 17 ഗജവീരന്മാർ മാർച്ച് 9 അണിനിരക്കുമ്പോൾ അതൊരു വലിയ കാഴ്ചയാണ്. 7 യുവതി യുവാക്കൾ മംഗല്യം ഭരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ എല്ലാ വർഷവും നടക്കുന്ന മംഗല്യ ഭാഗ്യമാണ് നമുക്കുള്ള ആത്മീയതയുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും കൊടിമൂട്ടിൽ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം എന്നതിലുപരി കലയും സാംസ്കാരികവും അതുപോലെ ഒരുപാട് കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കൊടിമൂട്ടിൽ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഗോത്രാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം ട്രസ്റ്റായി മാറിയപ്പോഴും പഴയ കാലത്തെ ക്ഷേത്ര ആചാരങ്ങൾ ഇപ്പോഴും നിലനിന്നു പോകുന്നു. അപ്പോൾ കൊടിമൂട്ടിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ോഹിണി അശ്വനം അനിടം എല്ലാവർക്കും നമസ്കാരം. കൊടിമൂട്ടിലമ്മയുടെ ആരാധകരായ ഭക്ത സഹസ്രങ്ങൾക്ക് ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെയും ഈ വർഷത്തെ ഉത്സവ സംഘാടക സമിതിയുടെയും ഹാർദവമായ ഉത്സവാശംസകൾ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 27 കൊടിയേറി മാർച്ച് 8 സമാപിക്കും. വളരെ വൈവിധ്യപൂർണമായ പരിപാടികളാണ് ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത. കൊടിയേറ്റ്, പൊങ്കാല ഇത് രണ്ടും ഫെബ്രുവരി 27 27 മുതൽ മാർച്ച് 7 വരെയുള്ള 9 ദിവസം എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഉച്ചയ്ക്ക് 12 മണിക്ക്. ഫെബ്രുവരി 27 കൊടിയേറ്റിന് തൊട്ട് മുൻപായി ഏറ്റവും മഹത്തരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചികിത്സാ ധനസഹായ വിതരണമാണ്. കനിവ് എന്ന പേരിലാണ് ആ പദ്ധതിയെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതിലിത്തവണ ക്യാൻസർ ഡയാലിസിസ് പേഷ്യൻസ് ആയിട്ടുള്ള 35 പേർക്ക് 5000 രൂപ വീതം ചികിത്സാ ധനസഹായം നൽകുന്ന ചടങ്ങാണ്. മാർച്ച് 1 സമൂഹ വിവാഹമാണ്. 7 ജോഡി വധൂവരന്മാർ വിവാഹിതരാകുന്നു. തികച്ചും നിർധനരായ അശരണരായ 7 പാവപ്പെട്ട യുവതി യുവാക്കളുടെ വിവാഹമാണ് ഇവിടെ സമൂഹ വിവാഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ സമ്മേളനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജയൻ്റെ അധ്യക്ഷതയിൽ നടക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ MM ബഷീറാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയായ MM ബഷീർ സാർ ആദ്യമായിട്ടാണ് ഒരു സമൂഹ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ആ സമ്മേളനത്തിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് കുമാരി അഷ്ഫിയ അൻവറിനെയാണ്. ദൈവദശകം ചൊല്ലി ഇപ്പോൾ ലോകപ്രശസ്തയായ ആ കുമാരി അഷ്ഫിയ അൻവറിനെയും ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. സമ്മേളനത്തിൽ 7 ജോഡി വധൂവരന്മാരുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 7 ജോഡിയുടെ വിവാഹത്തിന് സുമനസ്സുകളായ ദേവീഭക്തരുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അവരവരാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ താലിമാല ഞാൻ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഭക്തജനങ്ങളുമുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹമെങ്കിലും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വനിതാ സംഘാടക സമിതി മുന്നിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അവരങ്ങനെ ചെയ്തിരുന്നു. ഇപ്രാവശ്യവും വനിതാ സംഘാടക സമിതിയും ഒരു കുട്ടിയുടെ വിവാഹ ചെലവുകൾ വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ പ്രദേശത്തെ വ്യാപാരി സുഹൃത്തുക്കൾ, മറ്റ് ദേവീഭക്തരായ സുമനസ്സുകൾ ഇവരെല്ലാവരും ഈ പരിപാടിയുമായി ക്ഷേത്രോത്സവവുമായി സഹകരിക്കുന്നു.
അതോടൊപ്പം വിവാഹ വസ്ത്രങ്ങൾ നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് രാജകുമാരി ഗ്രൂപ്പാണ്. 26ാമത്തെ സമൂഹ വിവാഹമാണ് ഇപ്രാവശ്യം ഇവിടെ നടക്കുക. ഈ 26 വർഷവും ഈ എത്ര ജോഡി വധുക്കളുണ്ടെങ്കിലും അവർക്ക് വധുവരന്മാർക്ക് ആവശ്യമായ വിവാഹ വസ്ത്രങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് രാജകുമാരി ഗ്രൂപ്പാണ്. മാർച്ച് 2-ാം തീയതി വൈകുന്നേരം കാവ്യസന്ധ്യയാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ പിന്നീട് തുടങ്ങിയ പ്രമുഖ കവികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് 5-ന് സാംസ്കാരിക സമ്മേളനമാണ്. അതിന് പ്രശോഭൻ സ്മാരക അവാർഡ് 50,001 രൂപയും പ്രശസ്തി പത്രവും അതോടൊപ്പം നമ്മുടെ പാരിപ്പള്ളി ആർട്ടിസ്റ്റാണ് പിന്നെ അജയ് പാരിപ്പള്ളി രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് അവാർഡായി നൽകുന്നത്. ഇപ്രാവശ്യത്തെ അവാർഡ് സാംസ്കാരിക പ്രവർത്തകന് വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രസിദ്ധനായ പ്രഭാഷകൻ ശ്രീ VK സുരേഷ് ബാബു കണ്ണൂർ ആണ്. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റ് 2 അവാർഡുകൾ, ഒന്ന് ഏറ്റവും മികച്ച ആധ്യാത്മിക പ്രവർത്തകന് കൊടിമൂട്ടിൽ P. വേലു സ്മാരക അവാർഡ് 10,001 രൂപയും ഫലകവുമാണ്. അത് അർഹത നേടിയിട്ടുള്ളത് ശ്രീ പള്ളിക്കൽ മണികണ്ഠനാണ്. അതുപോലെ ഏറ്റവും മികച്ച നിയമജ്ഞന് നൽകുന്ന 10,001 രൂപയും ഫലകവും അടങ്ങുന്ന കൊടിമൂട്ടിൽ സദാനന്ദൻ സ്മാരക അവാർഡ് ഇത്തവണ സമർപ്പിക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് M. ബാലഗോവിന്ദനാണ്. വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രതിഭകൾ തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ആ ദിവസം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. മാർച്ച് 6 കൊടിമൂട്ടിൽ ക്ഷേത്രോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതുയുഗപ്പിറവിക്ക് കളമൊരുങ്ങുന്ന ദിവസമാണ്. അന്നാണ് ദേശപ്രദക്ഷിണം അല്ലെങ്കിൽ മഞ്ചൽ എഴുന്നള്ളത്ത് എന്ന ഞങ്ങളുടെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ജീവത എഴുന്നള്ളിപ്പ് ഇതാദ്യമായി ദക്ഷിണ കേരളത്തിലേക്ക് കൂടി കടന്നു വരികയാണ്. കൊടിമൂട്ടിലമ്മയെ ആ ചൈതന്യത്തെ 4 ജീവതകളിൽ ആവാഹിച്ച് 4 ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ആ ദേശങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ അവർക്ക് സ്വീകരണം ഏർപ്പാടാക്കി അവിടെ നിന്ന് വിവിധങ്ങളായ കലാരൂപങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി ആ 4 ജീവത എഴുന്നള്ളിപ്പും ഒരേ സമയം പാരിപ്പള്ളി ജവഹർ ജംഗ്ഷൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച് അവിടെ നിന്ന് ഒറ്റ ഘോഷയാത്രയായി തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് അൻപൊലി സമർപ്പണം നടത്തി ദേവിയെ വരവേൽക്കുന്ന ചടങ്ങാണ് ജീവത എഴുന്നള്ളിപ്പ്. ഇത് വരും വർഷങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. മാർച്ച് 6-ന് രാത്രിയിൽ ക്ഷേത്രകലകളിൽ ഏറ്റവും പ്രമുഖമായ 5 കലാരൂപങ്ങളിൽ ഒന്നായ പടയണി കുളമട ദേശത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. ഇതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഏറ്റവും വിശേഷപ്പെട്ട 5 കലാരൂപങ്ങൾ, 5 അനുഷ്ഠാന കലകൾ, ഒന്ന് കുത്തിയോട്ടം, തോറ്റംപാട്ട്, മുടിയേറ്റ്, പടയണി, കളമെഴുത്തുപാട്ട്, ഇത് 5ഉം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പാരിപ്പള്ളി കൊടിമൂട്ടിൽ ഭദ്രകാളി ക്ഷേത്രം. പടയണി മാർച്ച് 6-ന് നടക്കും, മുടിയേറ്റ് മാർച്ച് 7-ന് നടക്കും, മാർച്ച് 2-നാണ് കളമെഴുത്തുപാട്ട് നടക്കുക. തോറ്റംപാട്ട് ക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ കുത്തിയോട്ടം മാർച്ച് 7-ന് വൈകുന്നേരം ആരംഭിക്കും. ഇതുകൂടാതെ നിരവധിയായ കലാപരിപാടികളും ഈ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. വിവിധങ്ങളായ ഗാനമേളകൾ, നൃത്തസന്ധ്യകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാണ് ഇത്തവണത്തെ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടുക. കഥകളി ആദ്യ ദിവസം, 1-ാം ദിവസം കഥകളിയാണ്. അതെ, 26 തുടങ്ങുന്നത് കഥകളിയിലാണ്. കഥകളി അല്ല, വർക്കല അല്ല, സുദേവ സാറിൻ്റെ കഥകളി ഇത്തവണ മേജർ സെറ്റ് കഥകളി ലവണാസുര വധമാണ്. നമ്മുടെ ജനാർദ്ദന വിലാസം കഥകളി കലാരംഗം വർക്കലയാണ്. കലാമണ്ഡലം സുദേവൻ സാറിന്റെ നേതൃത്വത്തിലുള്ള കലാരംഗമാണ് അത് നടത്തുന്നത്. പ്രഗത്ഭമായ നടന്മാരും വാദ്യക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നദാനം ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള 9 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനമുണ്ട്. ഇതുകൂടാതെ സമൂഹ വിവാഹം നടക്കുന്ന ദിവസം ആ വിവാഹിതരാകുന്ന 7 ജോഡി വധൂവരന്മാരുടെ ബന്ധുമിത്രാദികൾക്ക് 2500 പേർക്ക് എല്ലാ വിവാഹ സദ്യകളെയും പോലെ തന്നെ ഒരു കുറവും വരാതെ അവർക്ക് 2500 പേർക്കുള്ള വിവാഹ സദ്യ പ്രത്യേകം പന്തലിൽ നടത്തുന്നതിനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സൗഹാർദ്ദപൂർണമായ സമീപനം കൊണ്ടും
നിങ്ങളുടെ ചെറുതും വലുതുമായ സമർപ്പണങ്ങൾ കൊണ്ടും ഈ ക്ഷേത്രോത്സവത്തെ സമ്പുഷ്ടമാക്കണമെന്നും ഈ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര സന്നിധിയിലെത്തി ഈ പരിപാടികളിൽ ഭാഗഭാക്കാക്കണമെന്നും അമ്മയുടെ അന്നം സ്വീകരിക്കണമെന്നും ഒക്കെ ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു.